എരുമേലി ശബരിമലയുമായിട്ട് എല്ലാവർക്കും അറിയാം, വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. വളരെ പ്രാചീന കാലം മുതലേ എരുമേലി വഴിയാണ് ശബരിമലയിലേക്ക് ഭക്തജനങ്ങൾ തീർത്ഥാടനം നടത്തിയിരുന്നത്. പണ്ടുകാലത്ത് എരുമേലി ആയിരുന്നു ഏറ്റവും പ്രധാന ഒരു പാത, അല്ലെങ്കിൽ എരുമേലി വഴിയേ ഉള്ളായിരുന്നു ശബരിമലയിലേക്ക് പോകാനൊരു മാർഗം. അതുകൊണ്ടായിരിക്കാം പരമ്പരാഗത പാത എന്ന് തന്നെ ഇപ്പോഴും എരുമേലിയെ വിശേഷിപ്പിക്കുന്നത്. ഇന്നത്തെ ഈ കാലത്തും വളരെ നിഷ്ഠയോടെ വ്രതമെടുത്ത് ധാരാളം ആൾക്കാർ എല്ലാ വർഷവും നിർബന്ധപൂർവം ഈ പരമ്പരാഗത പാതയിലൂടെ തന്നെ ശബരിമലയിലേക്ക് ദർശനം നടത്താറുണ്ട്. അല്ലെങ്കിൽ പലതവണ ദർശനം നടത്തുന്നവരാണെങ്കിലും ഒരു തവണയെങ്കിലും ഈ ഒരു എരുമേലിയിലൂടെ, ഒരു കാനന പാതയിലൂടെ ശബരിമലയിലേക്ക് പോകാറുണ്ട്. എരുമേലിയിൽ എല്ലാവർക്കും അറിയാം, ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് അവിടുത്തെ ഒരു പ്രധാന ക്ഷേത്രം. പക്ഷേ ഇത് കൂടാതെ വാവരുപള്ളിയും കൊച്ചമ്പലം എന്ന് പറയുന്ന ഒരു ക്ഷേത്രവുമൊക്കെയുണ്ട്. ഇതൊക്കെയാണ് അവിടുത്തെ ഒരു പ്രധാന ആരാധനാലയങ്ങൾ. ഇന്നത്തെ ഈ ഒരു കാലസ്ഥിതിയിൽ ഇതിനെയൊക്കെ മതസൗഹാർദ്ദം എന്ന് വിളിക്കാം. പക്ഷേ അന്നുള്ളവർ ഇതിനെ ആ ഒരു ഉദ്ദേശത്തിലായിരിക്കില്ല. പക്ഷേ ഇന്ന് കുറച്ചുകൂടെ അതിനൊരു പ്രസക്തി ഏറുന്നു എന്ന് തോന്നുന്നു. ഇത്തരം പല വിഭാഗത്തിലുള്ളവർ, പല മത ആചാരത്തിൽപ്പെട്ടവരെല്ലാം ഒരേ സ്ഥലത്ത് സംഗമിക്കുമ്പോൾ. അതൊന്നും കൂടാതെ ഈ വാവരുപള്ളിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ എരുമേലി ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുകയും എരുമേലി ക്ഷേത്രത്തിലുള്ളവർ വാവരുപള്ളിയിൽ വഴിപാട് കഴിക്കുകയും ശബരിമലയിലേക്ക് പോകുന്ന ഭക്തജനങ്ങളും ഈ രണ്ടിടത്തും കയറി ദർശനം നടത്തുകയും പ്രാർത്ഥിക്കാറുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു മതാതീത ചിന്താഗതി എല്ലാവരിലും ഉണർത്താൻ വളരെയധികം സഹായിക്കുന്നു എന്ന് തോന്നുന്നു. ഒരു തീർത്ഥാടന കാലത്ത് ഒരുപക്ഷെ നമുക്കൊക്കെ വളരെ വ്യത്യസ്തമായൊരു അനുഭവമായിരിക്കാം. പല ദേശത്തു നിന്നും പല സംസ്കാരങ്ങളിൽ നിന്നുമുള്ളവരെല്ലാം ഒരു സ്ഥലത്ത് സംഗമിക്കുമ്പോൾ. കാരണം അത് ഇന്നത്തെ ഒരു ജീവിത ശൈലിയിൽ അത് പലപ്പോഴും ഉണ്ടാവാറില്ല. പക്ഷേ എരുമേലിയിലൊക്കെ ഇത്തരം ഇതുണ്ടാവുകയും ആ ഒരു ഭിന്നത ആൾക്കാരിൽ നിന്നൊക്കെ പോയി അതിനുശേഷമാണ് ഇവരെല്ലാം ഒരു ദുർഘടമായ വനയാത്രയിൽ ഏർപ്പെടുന്നത്. പക്ഷേ ആ ഒരു ഘട്ടത്തിലൊക്കെ എത്തുമ്പോഴത്തേക്കും ഈ മനസ്സിൽ നിന്ന് ഈ ഒരു ദുർഘടം എന്നുള്ള ചിന്താഗതിയൊക്കെ പോയി വളരെ ഒരു എളുപ്പത്തിൽ, വളരെ ഒരു ഭക്തിപൂർവം, അത്ര ഒരു ലാഘവത്തോടെയും പക്ഷേ എന്നാൽ ഭക്തിയോടും അതിൻ്റെ ഒരു ഗൗരവത്തോടും കൂടി തന്നെയാണ് ഈ ഒരു വനയാത്രയിൽ ഏർപ്പെടുന്നത്. തീർച്ചയായിട്ടും അത് പലരും പറഞ്ഞിട്ടുമുണ്ട്. ഈ ഒരു ദുർഘടം എന്നുള്ളത് നമുക്ക് പുറത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അത് ദുർഘടമായിരിക്കാം. പക്ഷേ ആ ഒരു വേളയിൽ, അല്ലെങ്കിൽ ഈ ഒരു സഞ്ചാരം നടത്തുന്ന സമയത്ത് അതിൻ്റെ ഒരു കാഠിന്യമൊന്നും അങ്ങനെ അനുഭവപ്പെടാറില്ല. പിന്നെ ഒരു കാലത്ത് ഈ എരുമേലിയിൽ ശബരിമല ക്ഷേത്രത്തിൽ പൂജ നടത്താൻ പറ്റാത്ത ഒരു അവസരം ഉണ്ടായപ്പോൾ എരുമേലി ക്ഷേത്രത്തിലാണ് ശബരിമലയിലെ പൂജ പത്മമിട്ട് പൂജ നടത്തിയിരുന്നത് എരുമേലിയിൽ ശാന്തിക്കാർ. കാരണം മുൻപൊരവസരത്തിലും ഇത് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ശബരിമലയിൽ ഒരു ആന കുത്തി ഒരു മേൽശാന്തി മരിക്കുകയുണ്ടായി. അപ്പം അന്നത്തെ ഒരു കാലത്ത് അങ്ങോട്ട് പോകാനോ ഉള്ള ഒരു സാഹചര്യമില്ലായിരുന്നു. വളരെ ദുർഘടമായിരുന്നു. അപ്പോൾ ആ ഒരു അവസരത്തിൽ അവിടെ പൂജ മുടങ്ങുകയുണ്ടായി. ഒരു 6 മാസത്തേക്ക് ശബരിമലയിൽ പൂജ നടന്നിട്ടില്ല. അത് ഇതിനു മുൻപുണ്ടായിരുന്ന നൂറ്റാണ്ടിന് മുമ്പ് ആണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. ആ ഒരു സമയത്ത് എരുമേലിയിലാണ് അത്രയും ആ ഒരു കാലയളവിൽ പൂജ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ശബരിമല അയ്യപ്പന് സങ്കല്പിച്ചുകൊണ്ട് നടത്തിയിരുന്നത്. പിന്നെ എരുമേലിയിലൂടെയുള്ളൊരു ശബരിമല യാത്രയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളൊക്കെ പ്രകൃതിയുമായിട്ടുള്ളൊരു ബന്ധം നഷ്ടപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. നഷ്ടപ്പെടുത്തിയെന്ന് തന്നെ പറയാമെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എരുമേലിയിലൂടെയുള്ളൊരു യാത്ര തീർച്ചയായിട്ടും ആ ഒരു ബന്ധത്തെ, പ്രകൃതിയുമായിട്ടുള്ളൊരു ബന്ധത്തെ, പ്രകൃതിയുമായിട്ടുള്ളൊരു ലയനത്തെ വളരെയധികം സഹായിക്കുന്നു എന്ന് തോന്നുന്നു. തിരിച്ചും അത് ഇതിന് ശേഷവും, ഈ ഒരു യാത്രയ്ക്ക് ശേഷവും ഈ പ്രകൃതിയുമായിട്ടുള്ള ഒരു അടുപ്പം നമ്മളിലത് എങ്ങനെയൊക്കെയോ അത് കൊണ്ട് സ്ഥാപിക്കുന്നു എന്ന് തോന്നുന്നു. ഇതും പലരിൽ നിന്നും അറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും പറഞ്ഞിട്ടുണ്ട് ഇത്തരം ഒരു കാര്യങ്ങൾ. പിന്നെ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട പല ആചാരങ്ങളും എരുമേലിയിൽ നടക്കുന്നുണ്ട്. ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, വിശേഷപ്പെട്ട, പ്രാചീനമായ ഉത്സവം മകരവിളക്ക് മഹോത്സവത്തിന് തൊട്ടു മുൻപാണ് എരുമേലി പേട്ടതുള്ളൽ. ശബരിമലയിലേക്കുള്ള ആലങ്ങാട്, അമ്പലപ്പുഴ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ ഒക്കെ ഒരു യാത്രയ്ക്ക് തൊട്ടു മുമ്പ് അവർ എരുമേലി പേട്ടതുള്ളലിന് പങ്കെടുത്തതിന് ശേഷമാണ് ശബരിമല ഈ ഒരു ഉത്സവത്തിലേക്ക് അവർ പങ്കെടുക്കാൻ പോകുന്നത്.
അപ്പോൾ തന്നെ നമുക്ക് ഇതിലൂടെയൊക്കെ മനസ്സിലാവും ഈ എരുമേലി ക്ഷേത്രവും ശബരിമല ക്ഷേത്രവും തമ്മിലുള്ള ഒരു ബന്ധം. ഇന്ന് ശബരിമലയിലേക്ക് എത്തിച്ചേരാൻ പല മാർഗങ്ങളുമുണ്ട്. ഇത്തരം ദുർഘടമായിട്ടുള്ള മാർഗങ്ങളൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ സമയവും ലാഭിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ശബരിമലയിൽ എത്താൻ മാർഗങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും എരുമേലി വഴി ശബരിമലയിൽ എത്തേണ്ട ആ ഒരു കാനന പാതയിലൂടെ, ആ പരമ്പരാഗത പാതയിലൂടെ ശബരിമല തീർത്ഥാടനം നടത്തേണ്ടത് ഒരു അനിവാര്യമാണെന്ന് തന്നെ തോന്നുന്നു ശബരിമലയിലേക്ക് പോവുകയാണെങ്കിൽ. കാരണം പ്രത്യേകിച്ചും ഇന്നും ആദ്യമായിട്ട് ശബരിമലയിലേക്ക് പോകുന്ന കന്യയ്യപ്പന്മാർ പലരും നിർബന്ധപൂർവ്വം ഈ എരുമേലി വഴി തന്നെ കൂട്ടിക്കൊണ്ട് പോകാറുണ്ട്. അപ്പം ശബരിമലയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു അനുഭവമാണ്. അത് ഈ പറയുന്നതിലൊക്കെ അപ്പുറത്ത് ഇത് അനുഭവിച്ചറിയേണ്ടതായിട്ടുള്ളൊരു വസ്തുതയാണ്. അപ്പം ശബരിമലയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ എരുമേലി വഴിയിലൂടെ പോയി ആ ഒരു അനുഭവം അത് ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കേണ്ടത് തന്നെയാണെന്ന് തോന്നുന്നു.